നമ്മളിന്ന് നോക്കാനായി പോകുന്നത് NCERT 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് അർബൻ ലൈവ്ലിഹുഡ്. അർബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരമല്ലേ. നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതശൈലികളും ജീവിത മാർഗങ്ങളും എന്തൊക്കെയെന്നാണ് ഈ ചാപ്റ്ററിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഏകദേശം 5000-ൽ കൂടുതൽ ടൗണും 27 വലിയ സിറ്റികളുമുണ്ട്. ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ 1,00,000-ലധികം അഥവാ 1,000,000-ലധികം ജനങ്ങൾ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇവയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത്. വർക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ്. ഇവിടെ ഒരു കുട്ടി തൻ്റെ കസിൻ നഗരത്തിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. കുറച്ച് തവണ മാത്രമേ ഈ കുട്ടി ഈ നഗരത്തിൽ വന്നിട്ടുള്ളൂ. ഈ സിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരിക്കൽ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കസിൻ എന്നെ ഈ നഗരം കാണിക്കാനായി കൊണ്ടുപോയി. അവർ അതിരാവിലെയാണ് ഈ സിറ്റി ചുറ്റി കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മെയിൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വളരെ തിരക്കായിരുന്നു. ഈ നഗരത്തിൽ പച്ചക്കറി കച്ചവടക്കാരിയായ യുവതി അവളുടെ സ്റ്റാളിൽ വളരെ തിരക്കിട്ട് തക്കാളി, ക്യാരറ്റ്, വെള്ളരി എന്നിവ അറേഞ്ച് ചെയ്യുകയാണ്. എന്തിനാണ്? ആൾക്കാർ വന്ന് കാണുമ്പോൾ അവ കാണത്തക്ക വിധത്തിൽ. അവളുടെ സ്റ്റാൻഡിനടുത്തായി എല്ലാത്തരം പൂക്കളും വിൽക്കുന്ന മനോഹരമായ ഒരു സ്റ്റാളുണ്ട്. അവർ ഒരു ചുവന്ന റോസും മഞ്ഞ റോസും വാങ്ങി. ഇതിന് എതിർവശത്തെ നടപ്പാതയിൽ ഒരു ചെറിയ ജനക്കൂട്ടത്തെ കണ്ടു. അങ്ങനെ അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ പത്രം വിൽക്കുകയാണ്. ആ പത്രം വാങ്ങിക്കാനുള്ള ജനക്കൂട്ടത്തിൻ്റെ തിരക്കായിരുന്നു അത്. അതുപോലെ വേഗത്തിൽ ബസ് പോകുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കുത്തി നിറച്ച് ഓട്ടോറിക്ഷയും പോകുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിൽ ഒരു ചെരുപ്പ് കുത്തി അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബോക്സിൽ നിന്ന് ചെരുപ്പ് കുത്തുന്നതിനുള്ള സാധനങ്ങൾ എടുത്ത് നിരത്തി വെച്ച് കസ്റ്റമർ വരാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചെരുപ്പ് കുത്തിയുടെ തൊട്ടടുത്തായി ഒരു ബാർബർ ഇരിപ്പുണ്ടായിരുന്നു. ബാർബറിൻ്റെ ജോലി രാവിലെ തന്നെ തുടങ്ങിയിരുന്നു. ഒരാൾ രാവിലെ തന്നെ ഷേവ് ചെയ്യാനായി ബാർബറിൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് മുന്നോട്ട് നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ ഉന്തുവണ്ടി നീക്കിക്കൊണ്ട് പോകുന്നത് കണ്ടു. ഈ ഉന്തുവണ്ടിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലും ബോക്സും ഹെയർ പിന്നും ക്ലിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരാൾ സൈക്കിൾ റോളിയിൽ പച്ചക്കറി വീട് വീടാന്തരം വിൽക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഓട്ടോറിക്ഷകൾ കിടക്കുന്ന സ്ഥലത്തെത്തി. അവർ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയെ വിളിച്ചു. കാരണം അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് മാർക്കറ്റിൽ പോകാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഓട്ടോറിക്ഷയെ വിളിച്ചത്. നെക്സ്റ്റ് ബച്ചോ മഞ്ചി ഒരു സൈക്കിൾ റിക്ഷ പിള്ളറാണ്. അദ്ദേഹം ബീഹാർ ഒരു വില്ലേജിൽ നിന്നാണ് വന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി മേശിരി പണിയായിരുന്നു. എന്നാൽ ഇവിടെ സൈക്കിൾ റിക്ഷ പിള്ളറായാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. അവർ വില്ലേജിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവർക്ക് സ്വന്തമായി സ്ഥലമൊന്നുമില്ല. അതുപോലെ വില്ലേജിൽ മേശിരി പണിയൊന്നും റെഗുലറായിട്ട് കിട്ടാറുമില്ല. പണിയുള്ളപ്പോൾ മാത്രമേ ക്യാഷ് ലഭിക്കുന്നുള്ളൂ. ഭാര്യയും 3 കുട്ടികളുടെയും ചിലവ് താങ്ങാൻ വയ്യാതെ വന്നപ്പോഴാണ് ബച്ചു മഞ്ചി ഇവിടെ എത്തിയത്. ഒരു പഴയ സൈക്കിൾ റിക്ഷ ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങി ക്യാഷ് അടച്ചു തീർത്തു. ആ റിക്ഷയിലാണ് അദ്ദേഹം ഒരു ദിവസം തുടങ്ങുന്നത്. ഇദ്ദേഹം അതിരാവിലെ ബസ് സ്റ്റോപ്പിൽ വരും. ഓരോ കസ്റ്റമേഴ്സിനെ അവർ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കും. രാത്രി 8:30 വരെ ജോലി ചെയ്യും. മിനിമം 6 കിലോമീറ്റർ വരെ ഇങ്ങനെ റൈഡിന് പോകാറുണ്ട്. ഇദ്ദേഹം അയാളുടെ ഫ്രണ്ട്സിനോടൊപ്പം വാടക മുറിയിലാണ് താമസിക്കുന്നത്. ഫ്രണ്ട്സ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരാണ്. ദിവസവും ഇയാൾക്ക് കിട്ടുന്ന കൂലി 200 മുതൽ 300 രൂപ വരെയാണ്. ഇതിൽ 100 മുതൽ 150 രൂപ വരെ ഭക്ഷണത്തിനും വാടകയ്ക്കും പോകും. ബാക്കി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായി മാറ്റിവെക്കും. വർഷത്തിൽ 2 അല്ലെങ്കിൽ 3 തവണ കുടുംബത്തെ കാണാൻ പോകും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വയലിൽ ജോലിയുള്ളപ്പോഴൊക്കെ പോകാറുണ്ട്. എന്നാൽ ആ കുടുംബം ഇദ്ദേഹത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ നഗരത്തിൽ ഉന്തുവണ്ടികളിൽ ജോലി ചെയ്യുന്നവർ തൊട്ട് വലിയ ബിസിനസ് ചെയ്യുന്നവർ വരെയുണ്ട്. ഇവിടെ അഹമ്മദാബാദ് നഗരത്തിലെ ഒരു സർവേ എടുക്കുകയാണ്. ആ സർവേയിൽ പറയുന്നത് ഏകദേശം 12% ആളുകളും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവർ സ്വന്തമായാണ് ബിസിനസ് ചെയ്യുന്നത്. മറ്റൊരാളുടെ കീഴിലല്ല ഇവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിൽക്കണമെന്നും അതിനുവേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഏകദേശം 1 കോടിയോളം ആളുകളാണ് നമ്മുടെ രാജ്യത്ത് സ്ട്രീറ്റ് വെൻഡേഴ്സായി വർക്ക് ചെയ്യുന്നത്. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കടകൾ, ഉന്തുവണ്ടികൾ എന്നിവയിൽ കച്ചവടം ചെയ്യുന്നവരെയാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഗതാഗത കുരുക്കുണ്ടാക്കുന്ന രീതിയിലുള്ളവരെന്നാണ് ആളുകളുടെ പൊതുവായ അഭിപ്രായം. കാരണം റോഡ് സൈഡിലാണ് ഇവർ കച്ചവടം നടത്തുന്നത്. എന്നിരുന്നാലും പല ഓർഗനൈസേഷനുകളുടെ പരിശ്രമത്തിലൂടെ ഇത് ഇപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ഉപജീവനമാർഗം നേടാനുള്ള അവകാശമായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ നേരത്തെ ഒരു സ്റ്റോറിയിലൂടെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതല്ലേ. 2 കുട്ടികൾ സിറ്റി കാണാനായിട്ട് ഇറങ്ങി. അവർ ഓട്ടോറിക്ഷയിൽ കയറിയ ഭാഗം വരെ പറഞ്ഞാണ് നിർത്തിയത്. ആ സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂ ആണ് ഇൻ ദ മാർക്കറ്റ് എന്ന ഭാഗം. അങ്ങനെ ആ 2 കുട്ടികൾ മാർക്കറ്റിലെത്തി. അവർ മാർക്കറ്റിൽ വന്നപ്പോൾ കടകൾ തുറക്കുന്നതേയുള്ളൂ.
ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കടകൾ തുറന്നു വരുന്നതേ ഉള്ളായിരുന്നു. സ്വീറ്റ്സ്, ടോയ്സ്, ക്ലോത്ത്, ഫുഡ്വെയർ, ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിവയുടെ കടകൾ നിരനിരായി ഇരിക്കുന്നത് കാണാമായിരുന്നു. ഇവിടെ എല്ലാം അവസാനം ഒരു ദന്തൽ ക്ലിനിക്ക് കാണാമായിരുന്നു. ഈ കുട്ടിയുടെ കസിൻ ഡെന്റിസ്റ്റുമായി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അതിനാണ് ഇവർ ഈ മാർക്കറ്റിൽ വന്നത്. ആദ്യം ഡോക്ടറിനെ കണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് അവർ നേരത്തെ വന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറാനായിട്ട് കഴിഞ്ഞത്. ഒരു ടൂത്ത് ക്യാവിറ്റി, പല്ലിൽ പോടുണ്ടായിരുന്നു. അത് അടയ്ക്കുന്നതിനായി കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ഡെന്റിസ്റ്റ് അയച്ചു. ഈ കുട്ടിക്ക് പല്ലിലെ പോടടിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നല്ല ഭയമുണ്ടായിരുന്നു. ഇവർ ദന്തൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ഒരു ഗാർമെൻറ്റ് ഷോറൂമിലേക്കാണ് പോയത്. കുറച്ച് റെഡിമെയ്ഡ്സ് ക്ലോത്ത് വാങ്ങാനായി. 3 നിലയുള്ള കടയായിരുന്നു അത്. എല്ലാ ഫ്ലോറിലും വ്യത്യസ്ത തരത്തിലുള്ള ക്ലോത്തുകളുണ്ട്. എന്നാൽ ഇവർ പോയത് 3ാമത്തെ നിലയിലാണ്. അവിടെയാണ് പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹർപ്രീത് ആൻഡ് വന്ദന ബിസിനസ് പേഴ്സൺസ്. ഹർപ്രീത് പറയുകയാണ്, ഹർപ്രീതിൻ്റെ അച്ഛനും അമ്മാവനും ഒരു ചെറിയ കട നടത്തിയിരുന്നു. ഉത്സവ സമയങ്ങളിലും ഞായറാഴ്ചകളിലും ഹർപ്രീതും അവൻ്റെ അമ്മയും കൂടി അച്ഛനെയും അമ്മാവനെയും കടയിൽ സഹായിക്കാൻ പോയിരുന്നു. ഹർപ്രീത് കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അടുത്ത് വന്ദന പറയുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ ഷോറൂം തുറന്നത്. വന്ദന ഒരു ഡ്രസ് ഡിസൈനറാണ്. ആളുകൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് മുതൽ വന്ദനയുടെ ബിസിനസ് ചേഞ്ചായി. ഇക്കാലത്ത് ആളുകൾ തുണിയെടുത്ത് തയ്ക്കുന്നതിന് പകരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നു. റെഡിമെയ്ഡ് ക്ലോത്ത് ട്രെൻഡായപ്പോൾ മുതൽ ഇവിടെ ബിസിനസ് നന്നായി ചേഞ്ചായി എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഡിസ്പ്ലേയും ചെയ്തിടാറുണ്ട്. ഇവിടെ ഷോറൂമിൽ വിവിധ സാധനങ്ങൾ ആവശ്യമാണ്. അത് ഇവർ മുംബൈ, അഹമ്മദാബാദ്, ലുധിയാന, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. ഡൽഹിക്കടുത്തുള്ള നോയിഡ, ഗുഡ്ഗാവ എന്നീ നഗരങ്ങളിൽ നിന്നും ചില സാധനങ്ങൾ വരാറുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ ലഭിക്കാറുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അവർ വിവിധ പത്രങ്ങൾ, സിനിമ തിയേറ്ററുകൾ, ടെലിവിഷൻ, റേഡിയോ ചാനലുകൾ എന്നിവയിലൊക്കെ പരസ്യം നൽകുന്നു. നിലവിൽ ഇവരുടെ ഷോപ്പ് ഇരിക്കുന്ന കെട്ടിടം വാടകയ്ക്കെടുത്തതാണ്. എന്നാൽ അത് വാങ്ങാനായി ഇപ്പോൾ അവർക്ക് പദ്ധതിയുണ്ട്. ഇതിനടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർ ഈ മാർക്കറ്റാണ് ചൂസ് ചെയ്യുന്നത്. കാരണം വേഗം സാധനങ്ങൾ വാങ്ങാൻ പോയി വരാം. ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വന്നതോടെയാണ് ഇവിടെ ബിസിനസ് വളർന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു കാർ വാങ്ങിക്കാനും ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാനും സാധിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ബിസിനസ് നന്നായി വളർന്നു. അതിലൂടെ ഒത്തിരി ലാഭം നേടുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്തു. ഹർപ്രീത്, വന്ദന എന്നിവരുടെ ഷോപ്പ് പോലെ ഒത്തിരി ഷോപ്പുകൾ ഈ പ്രദേശത്തുണ്ട്. ഇവർ സ്വന്തമായി കട നടത്തുന്നവരാണ്. ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നവരല്ല. എന്നാൽ മറ്റുള്ളവരെ ഇവർ ജോലിക്ക് നിർത്താറുണ്ട്, ഹെൽപ്പറായും സൂപ്പർവൈസറായും. ഈ മാർക്കറ്റുകൾ ഏത് സമയത്ത് പ്രവർത്തിക്കണം, പ്രവർത്തിക്കാതിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുനിസിപ്പാലിറ്റികളാണ്. മാർക്കറ്റുകളിലുള്ള സ്ഥാപനങ്ങൾ പെർമനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഏത് ദിവസം മാർക്കറ്റ് അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ മാർക്കറ്റിലെ ഷോപ്പുകൾ ബുധനാഴ്ചകളിലാണ് അടച്ചിരുന്നത്. അതുപോലെ ഈ മാർക്കറ്റിൽ ബാങ്കുകളും കൊറിയർ സേവനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന ചെറിയ ഓഫീസുകളും ഷോപ്പുകളുമുണ്ട്. നെക്സ്റ്റ്, ഇൻ ദ ഫാക്ടറി വർക്ക്ഷോപ്പ് ഏരിയ. ഇവരുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സാരികൾ വർക്ക് ചെയ്യണമായിരുന്നു. ഒരു ഗവൺമെൻറ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന നിർമ്മല എന്ന സ്ത്രീയെ അറിയാമെന്ന് കസിൻ പറഞ്ഞു. നിർമ്മലയുടെ അയൽക്കാരി ഈ സാരി വർക്ക് എംബ്രോയ്ഡറിയൊക്കെ ചെയ്യും. അങ്ങനെ അവർ ബസ്സിൽ കയറി ഈ ഫാക്ടറി ഏരിയയിലേക്ക് പോകുകയാണ്. ഈ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും കൂടുതൽ ആളുകൾ കയറിക്കൊണ്ടേയിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തിരക്കുള്ള ബസ്സായിരുന്നു അത്. ആൾക്കാർ മുമ്പിൽ നിൽക്കുന്നവരെ ഇറുക്കുകയും തള്ളുകയൊക്കെ ചെയ്തു അവരവർക്ക് നിൽക്കുന്നതിനായി. കസിൻ ഈ കുട്ടിയെ ബസ്സിലെ ഒരു സൈഡിലേക്ക് കൊണ്ട് നിർത്തി. ആളുകൾ ദിവസവും ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നോർത്ത് അത്ഭുതം തോന്നി ആ കുട്ടിക്ക്. കാരണം കസിൻ സിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതൊന്നും പുതിയൊരു കാഴ്ചയല്ല. എന്നാൽ ഈ കുട്ടിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫാക്ടറി ഏരിയയിൽ ഈ ബസ് എത്തിയപ്പോൾ ആൾക്കാർ ഇറങ്ങാനായി തുടങ്ങി. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ഇവരും ഇറങ്ങി. ഇത്രയും തിരക്കുള്ള ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വളരെ ആശ്വാസമായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയായി ആളുകൾ ആരെയൊക്കെയോ കാത്തിരിപ്പുണ്ടായിരുന്നു. അതുപോലെ ചില ആളുകൾ സ്കൂട്ടറിൻ്റെ പുറത്തിരുന്ന് കൂട്ടമായി സംസാരിക്കുന്നതും കണ്ടു.
ഇതിനെയാണ് ലേബർ ചോക്ക് എന്നറിയപ്പെടുന്നത്. മേശരിമാരുടെ കയ്യാളായി അല്ലെങ്കിൽ മേശരിമാർക്ക് ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നവരുടെ ഒരു കൂട്ടമാണ് ഇവിടെ കണ്ടത്. ഇവർ ദിവസക്കൂലിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ദിവസക്കൂലിക്കാർ ചെയ്യുന്ന ജോലികളാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുക, പൈപ്പ് ലൈൻ കുഴിയെടുക്കുക, ടെലിഫോൺ കേബിളിന് കുഴിയെടുക്കുക, റോഡ് പണി തുടങ്ങിയവ. ഇങ്ങനെ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ സിറ്റിയിലുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഇവർ ഫാക്ടറി ഏരിയയിലേക്ക് വന്നു. അവിടെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു റൂമിലേക്ക് അവർ കയറി. അവിടെ ഒത്തിരി തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഒത്തിരി സ്ത്രീകൾ തുണി തയ്ക്കുന്നുണ്ടായിരുന്നു. തയ്ച്ചു കഴിഞ്ഞ ശേഷം തുണികൾ ഒരു സൈഡിലേക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. അവർ ഇതിൻ്റെ ഇടയിൽ നിന്ന് നിർമ്മല എന്ന സ്ത്രീയെ കണ്ടെത്തി. അങ്ങനെ അവർ കയ്യിലുള്ള സാരി കൊടുത്തു. എക്സ്പോർട്ട് ഗാർമെൻറ്റ് യൂണിറ്റിലെ ടൈലറായിട്ടാണ് നിർമ്മല ജോലി ചെയ്യുന്നത്. ഈ ഫാക്ടറിയിൽ സമ്മർ ക്ലോത്താണ് തയ്ക്കുന്നത്. എന്നിട്ടത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ലോങ് ഹവേഴ്സോളം ജോലി ചെയ്യണം. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി 10 മണി വരെയും അല്ലെങ്കിൽ അതിലും ലേറ്റായിട്ട് ജോലി ചെയ്യേണ്ടതായി വരുന്നു. ആഴ്ചയിൽ 6 ദിവസവും ഈ ജോലി ചെയ്യും. പെട്ടെന്ന് അത്യാവശ്യം ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൺഡേയും വർക്ക് ചെയ്യാറുണ്ട്. 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ദിവസം 280 രൂപയും എക്സ്ട്രാ വർക്കിംഗ് ചെയ്യുന്നതിന് 100 രൂപയുമാണ് കിട്ടുന്നത്. ജൂൺ മാസമാകുമ്പോൾ ഇവിടെ ജോലി തീരും. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ആൾക്കാരെ പിരിച്ചുവിടും. ഇവർ കാഷ്വൽ വർക്കേഴ്സാണ്. എംപ്ലോയീസ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ജോലി പെർമനൻ്റ് അല്ല. ഇവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലും ആരോടും പറയാൻ കഴിയില്ല. അതുപോലെ ക്ലോത്ത് മിൽ യൂണിറ്റുകളിലൊക്കെ 12 മണിക്കൂർ ജോലി സമയം, ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും അങ്ങനെ. കാഷ്വൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന ഈ കാഷ്വൽ വർക്കേഴ്സിന് എപ്പോഴും ജോലി ലഭിക്കാനുമില്ല. നെക്സ്റ്റ് ഇൻ ദ ഓഫീസ് ഏരിയ. ഇവർ ഫാക്ടറിയിൽ പോയി സാരി കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ആൻറ്റിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആൻറ്റിയുടെ പേര് സുധ എന്നാണ്. അവർ മാർക്കറ്റ് മാനേജറായാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് 5:30 മുമ്പ് ഓഫീസിൽ എത്താനാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് താമസിക്കുമെന്ന് കരുതി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. അതിലാണ് അവർ അവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് അവർ അവിടെ എത്തി. വലിയ ബിൽഡിങ്ങിൻ്റെ ഇടയിലായിരുന്നു അവിടെ ഓഫീസ് ഏരിയ. 100 കണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് പുറത്തു വന്നവരിൽ ചിലർ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. മറ്റുള്ളവർ ബസ് സ്റ്റാൻഡിലേക്കും പോയി. സ്വന്തമായി വാഹനമുള്ളവർ പാർക്കിംഗ് ഏരിയയിലേക്കും മറ്റുള്ളവർ ബസ് സ്റ്റാൻഡിലേക്കുമായി പോയി. ബിസ്ക്കറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജറായാണ് ഇവിടെ ആൻറ്റി ജോലി ചെയ്യുന്നത്. ബിസ്ക്കറ്റ് ഫാക്ടറി നഗരത്തിന് പുറത്താണ്. ഇവരുടെ ആൻറ്റിയുടെ ജോലി എന്ന് പറയുന്നത് 50 സെയിൽ പീപ്പിൾസിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നതാണ്. ഈ 50 സെയിൽ പീപ്പിൾസ് സിറ്റിയുടെ പല ഭാഗത്തും പോയി ഓർഡർ എടുക്കും. എത്ര ഓർഡർ ലഭിച്ചു എന്ന് നോക്കി ഓരോ കടയിൽ നിന്നും ക്യാഷ് വാങ്ങും. ഇവർ ഈ സിറ്റിയിലെ 6 റീജിയനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 6 ദിവസം ഓരോ റീജിയനിലെ ഓരോ സെയിൽ പേഴ്സണെ പോയി അവർ മീറ്റ് ചെയ്യും. അവർ ഓർഡർ പിടിക്കുന്നുണ്ടോ, അവർക്ക് കറക്റ്റായി പേയ്മെൻറ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കി അവർ ചർച്ച ചെയ്യും. അവർക്ക് എല്ലാ മാസവും സ്ഥിരമായ ശമ്പളം ലഭിക്കുന്നു. അതുപോലെ ആ കമ്പനിയിൽ സ്ഥിരം ജോലിയും ലഭിക്കുന്നു. അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് അവിടെ ജോലി പെർമനൻ്റായി തുടരാം. ആരും അവരെ പിരിച്ചു വിടുമെന്ന് പേടിക്കേണ്ടതില്ല. നേരത്തെ നമ്മൾ കണ്ടത് കാഷ്വൽ വർക്കേഴ്സിനെ കുറിച്ചായിരുന്നല്ലേ. അവർക്ക് ഒരു ആനുകൂല്യവുമില്ല, സെക്യൂരിറ്റി ഇല്ല, പ്രൊട്ടക്ഷൻ ഇല്ല, എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, സാലറി കൂട്ടി ചോദിക്കാൻ കഴിയില്ല എന്നൊക്കെ. എന്നാൽ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർമനൻ്റ് ജോലി ഉള്ളത് കൊണ്ട് തന്നെ വാർദ്ധക്യത്തിലേക്കുള്ള സേവിങ് മാറ്റിവെക്കാൻ കഴിയുന്നു. എങ്ങനെയെന്നാൽ അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൻ്റെ ഫണ്ടിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഫണ്ടിൽ നിന്ന് ഇവർക്ക് പലിശ ലഭിക്കുന്നു. അതുമാത്രമല്ല, അവരെ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇവർ ഈ ഫണ്ടിൽ മാറ്റിവെച്ച തുക അതിൻ്റെ പലിശയും ചേർത്ത് നല്ലൊരു തുക ലഭിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഹോളിഡേയ്സ്. ഞായറാഴ്ചകളിലും നാഷണൽ ഹോളിഡേകളിലും ഇവർക്ക് അവധി ലഭിക്കുന്നു. അതുപോലെ ആനുവൽ ലീവ്സ് ലഭിക്കുന്നു. മെഡിക്കൽ ഫെസിലിറ്റീസ് ഫോർ ഹിയർ ഫാമിലി. അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അവിടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലോ അതിൻ്റെയൊക്കെ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നത് കമ്പനിയാണ്. അതുപോലെ അസുഖം വന്നാൽ അവർക്ക് മെഡിക്കൽ ലീവ്സ് ലഭിക്കുന്നു. അതുമാത്രമല്ല, അസുഖം വന്ന് ലീവ് എടുത്താൽ ശമ്പളം വെട്ടിക്കുറയ്ക്കാറില്ല. നമ്മൾ ഇത്രയും നേരം നോക്കിയത് പെർമനൻ്റ് വർക്കേഴ്സിൻ്റെ ഓൾഡ് ഏജ്, ഹോളിഡേയ്സ്, മെഡിക്കൽ ഫെസിലിറ്റി എന്നിവയിലെ ബെനിഫിറ്റുകളെയാണ്. അങ്ങനെ ഇവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ആൻറ്റിയും കണ്ട് ആൻറ്റിയുടെ കാറിൽ കയറിപ്പോയി. അവർക്ക് ആ ദിവസം എൻജോയ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ സിറ്റിയിലുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞു. സിറ്റിയിൽ താമസിക്കുന്ന ആരും പരസ്പരം പരിചയമുള്ളവരായിരിക്കില്ല. പക്ഷേ അവരുടെ ജോലിയാണ് പിന്നീട് പരസ്പരം ബന്ധിപ്പിക്കുന്നതും നഗരജീവിതം രൂപപ്പെടുത്താൻ സഹായിക്കുന്നതും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ.
ഈ ചാപ്റ്ററോട് കൂടി 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ആയി. മുമ്പിലത്തെ 8 ചാപ്റ്ററുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.